ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാൻ. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ എനർജി നോക്കുമ്പോൾ സ്വിച്ച് ആയിട്ടുണ്ട് ഇവരുടെ എനർജി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാസ്കുലിൻ എനർജിയിൽ നിന്ന് ഫെമിനിൻ എനർജിയിൽ ഇവർ വന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ മനസ്സ് പറയുന്നത് കേൾക്കത്തില്ല, ഹൃദയം എന്താണോ ഇവരോട് പറയുന്നത് അതാണ് കേൾക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഹൃദയത്തിൽ നിങ്ങളാണ് ഉള്ളത് എങ്കിൽ ഈ ഒരു ടൈം പീരീഡ് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. ഇവിടെ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്തത് അത് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോവുകയാണ്. ആ ഒരു റിസൾട്ട് ലഭിക്കാൻ പോവുകയാണ്. മാ താരയുടെ ബ്ലെസ്സിങ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫാമിലിൻ എനർജി വളരെ സ്ട്രോങ് ആണ് നിങ്ങളുടെ പേഴ്സിൻ്റെ. ഈ ഒരു ടൈം പീരീഡിൽ ഫാമിലിൻ എനർജിയിലുള്ള ആൾക്കാരായിരിക്കും ഇവരുടെ ചുറ്റും ഉണ്ടാവുക. ഫാമിലിൻ ഭയങ്കര ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു എനർജിയാണ്. അപ്പോൾ ഇവർ ഡൊമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എനർജി വളരെ പോസിറ്റീവാണ്. അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. ശിവശക്തിയുടെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ കൂടെയുണ്ട്. മാരേജ്, കമ്മിറ്റ്മെൻറ്റ്, യൂണിയൻ, ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, സെപ്പറേഷനിലാണ് എങ്കിൽ അങ്ങനെ യൂണിയൻ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഏതോ ഒരു സിറ്റുവേഷൻ അവസാനിപ്പിക്കണമെന്നാണ് മാനിഫെസ്റ്റേഷൻ ചെയ്തേക്കുന്നത് ഇന്നലെ ഫുൾ മൂണായിട്ട്. ഇവിടെ ഇവർ ഏത് സിറ്റുവേഷനാണോ ഇഷ്ടപ്പെടാത്തത്, ഏത് ആൾക്കാരുടെ കൂടെയാണോ താമസിക്കുവാൻ ഇഷ്ടപ്പെടാത്തത് അവരിൽ നിന്ന് ദൂരെ പോകണം, ആ ഒരു സിറ്റുവേഷൻ എന്താകണം എന്നൊക്കെയാണ് ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്തേക്കുന്നത്. ഇവിടെ മൂവിങ് ഓണിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ഇഷ്ടത്തിന് ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ലൈഫിൽ നിന്ന് കാർമിക് ഉറപ്പായിട്ടും റിലീസായി പോകുന്നതാണ്. വളരെയധികം ദൂരത്തിൽ ചിന്തിച്ചിട്ട് ആക്ഷൻ എടുക്കാനുള്ള വൈബ്രേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ മനസ്സിലല്ല ഹൃദയത്തിലാണ് നിങ്ങളെ വച്ചിരിക്കുന്നത് എങ്കിൽ ആരോടും വഴക്കിടാൻ ഇവർക്ക് ഒരു പേടിയുമില്ല. മനസ്സിലാണ് വച്ചിരിക്കുന്നത് എങ്കിൽ ആദ്യമൊക്കെ അയ്യോ എനിക്ക് വേണ്ടപ്പെട്ടവർ അവരോട് ഞാൻ എങ്ങനെ വഴക്കിടും, പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പിറകിലോട്ട് വരും. പക്ഷേ ഹൃദയത്തിലാണ് നിങ്ങളെ വച്ചിരിക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി ആരോടും വഴക്കിടുവാൻ ഇവർക്ക് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള ആക്ഷനാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക ഈ ഒരു ടൈം പീരീഡിൽ. ഇവിടെ സിറ്റുവേഷൻ ബാലൻസ് ആകുമോ എന്നുള്ള ചോദ്യത്തിന് കുറച്ച് സമയം എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ബാക്കിയെല്ലാം നിങ്ങളുടെ കർമ്മ ബേസിലാണ്. നിങ്ങൾ എങ്ങനെയാണോ കർമ്മം ചെയ്തിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ബലം കിട്ടുന്നത്. അതായത് നിങ്ങളുടെ ഭാഗ്യത്തിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒന്നാകണമെന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ ഒന്നാകും. ഇല്ല എന്നാണെങ്കിൽ അങ്ങനെയായിരിക്കും സംഭവിക്കുക. അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് എനർജി. ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ കറണ്ട് ഫീലിങ്സിൽ അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളോട് സംസാരിക്കണം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കണമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനിലുമാണ്, ലോ എനർജിയിലുമാണ്. ഇവിടെ ഇവരുടെ മൂഡ് ഇത്രമാത്രം മോശമാവാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇവരുടെ ഒരു സിറ്റുവേഷൻ സോൾവ് ആകും മുമ്പേ തന്നെ അടുത്ത സിറ്റുവേഷൻ മോശമാകും. അത് കാരണം ഇവർക്ക് ഭയങ്കരമായിട്ട് മൂഡ് ഔട്ടാകുന്ന അവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണോ ഇവർ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്നായിരിക്കും. ചില ആൾക്കാരുടെ പേഴ്സൺ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ കാരണം ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും തകർച്ച, അത് കാരണം. ഇവിടെ ചില ആൾക്കാർ കൺഫ്യൂഷൻ ആകുന്നത് ഇവർ കരിയർ ചൂസ് ചെയ്യണോ അതോ നിങ്ങളെ ചൂസ് ചെയ്യണോ, ഫാമിലിയെ ചൂസ് ചെയ്യണോ നിങ്ങളെ ചൂസ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യത്തിലാണ് കൺഫ്യൂഷൻ ആകുന്നത്. ഇവിടെ ഇവർക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വിട്ടുകൊടുത്തേ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യത്തിൽ വിഷമിക്കുകയാണ് ഇവർ. നെക്സ്റ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങളിൽ ആരോ ഒരാൾ തെറ്റ് ചെയ്തു പാസ്റ്റിൽ. അതായത് നിങ്ങൾ തെറ്റ് ചെയ്തു, അല്ല എങ്കിൽ ഇവർ തെറ്റ് ചെയ്തു. ഇവിടെ ഈ ഒരു തെറ്റ് കാരണം നിങ്ങൾ തമ്മിൽ പരസ്പരം സംശയമായി, അവസാനം വഴക്കായി, ബ്രേക്കപ്പായി. ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമോ, ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ എന്തെങ്കിലും അർത്ഥമുണ്ടാകുമോ എന്നാണ് ഇവർക്കിപ്പോൾ തോന്നുന്നത്. ഇനി നിങ്ങളാണ് ഇവരെ പാസ്റ്റിൽ ചതിച്ചത് എങ്കിൽ ഇവർക്ക് തോന്നുകയാണ് വീണ്ടും നിങ്ങൾ ഇവരെ ചതിക്കുമോ എന്ന്. ഇനി ഇവരാണ് നിങ്ങളെ ചതിച്ചത് എങ്കിൽ നിങ്ങൾ ഇനി ജീവിതകാലം ഫുള്ളായി ഈ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ ഇവരോട് വഴക്കുണ്ടാക്കുമോ എന്നുള്ള ആ ഒരു പേടിയിലുമാണിവർ. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇത്രയും അനുഭവിക്കുന്നതിനെക്കാട്ടി നല്ലത് ഈ ഒരു ബന്ധം തന്നെ അവസാനിപ്പിക്കുന്നതല്ലേ എന്ന്. പക്ഷേ ഇവർ മാക്സിമം ബാലൻസ് ആക്കാൻ ശ്രമിക്കും. അവരെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ ഈ ഒരു രീതിയിൽ ഇവർ ചിന്തിക്കത്തുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ കഴിവിൻ്റെ പരമാവധി ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കും.
ഇവിടെ ഇവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നിട്ടേ ഇവർ പോവുകയുള്ളൂ. അതായത് നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കണോ അതോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്ക് 70 അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 4 ഡേയ്സിനുള്ളിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ്. അതായത് ഒന്നുകിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ മൂവ് ഓൺ ചെയ്യാൻ പോവുകയാണ്. ആ രീതിയിലുള്ള സംസാരം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഈ റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള 70 അവേഴ്സ് അല്ലെങ്കിൽ 4 ഡേയ്സിനുള്ളിൽ. ഇവിടെ ഫിയർഫുള്ളായിട്ടുള്ള ആ ഒരു കാര്യം കാരണം, അതായത് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല എന്നുള്ള പേടി കാരണമോ എന്തോ ഇവർ മൂവ് ഓൺ ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ റീസൺ എന്ന് പറയുന്നത് ഇവരുടെ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ആണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ തമ്മിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ഉണ്ടായത് കൊണ്ടാണ്. അവർക്ക് ഒരു കോൺഫിഡൻ്റ് ഇല്ല നിങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾ ഹാർട്ട് ചക്ര ഹീലിംഗ് ചെയ്യാനുള്ള ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുക, ബ്ലോക്കേജസ് നിങ്ങൾ മാറ്റുക. അതുകൊണ്ടാണ് ഇവർ റെഡിയായിട്ടിരിക്കുന്നത് നിങ്ങളെ മൂവ് ഓൺ ചെയ്യുവാൻ വേണ്ടി. അതായത് നിങ്ങളെ ത്യാഗം ചെയ്യുവാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ കോൺഫിഡൻ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് മാറ്റുവാനുള്ള മെഡിറ്റേഷൻ ചെയ്യുക. ഇല്ല എങ്കിൽ പച്ച കളറിലുള്ള ഡ്രസ്സുകൾ കൂടുതലായിട്ടും ധരിക്കാൻ ശ്രമിക്കുക. പച്ച കളറിലുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക. പച്ച കല്ലുള്ള മോതിരം അല്ലെങ്കിൽ കർച്ചീപ്പ്, പച്ച കളർ കൂടുതലായിട്ടും നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കോണ്ടാക്റ്റിലുള്ളവർക്കാണ്. നോ കോണ്ടാക്റ്റിലുള്ളവർക്ക് ഒരു എക്സ്പെക്റ്റേഷനും ഉണ്ടാവത്തില്ല അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ ഫാമിലി എന്താണോ ഇവരോട് പറയുന്നത് അത് നിങ്ങളും സമ്മതിച്ചു കൊടുക്കുക. അതായത് ഫാമിലി ഇവരോട് പറയുന്നത് എന്താണോ അതിന് നിങ്ങൾ സമ്മതിച്ച് കൊടുക്കേണ്ടതാണ്. കാരണം ഫാമിലി കാരണമാണ് ഇവിടെ ബ്ലോക്കേജസ് ഉണ്ടായി നിങ്ങൾ തമ്മിൽ പിരിയുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഫാമിലി എന്താണോ പറയുന്നത് നിങ്ങൾ സമ്മതിച്ചു കൊടുത്താൽ മാത്രം മതി. ഇവിടെ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾ പറയുന്നപ്പുറം ഇല്ല എന്ന്. പക്ഷേ ഫാമിലി കൂടുതലായിട്ട് ഇൻവോൾവ് ആകുമ്പോൾ ഫാമിലി പറയുന്നത് ഇവർ കേൾക്കാൻ തുടങ്ങും. അങ്ങനെ കേൾക്കാൻ തുടങ്ങുമ്പോൾ ഫാമിലി എന്താണോ ഇവരോട് പറയുന്നത് അത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ സമ്മതിക്കാതെ വരുമ്പോൾ നിങ്ങളെ ഒഴിവാക്കുന്ന രീതിയിലും അവരെ ഫാമിലിയെ കൂടെ നിർത്തുന്ന രീതിയിലും കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫാമിലി എന്താണോ പറയുന്നത് അത് നിങ്ങൾ അനുസരിക്കുക. മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ ഫാമിലി എന്താണോ പറയുന്നത് അത് നിങ്ങൾ അനുസരിക്കുക. ഇവിടെ ഒരു ബന്ധം നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കുറച്ചൊന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ഇവിടെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തില്ല എങ്കിൽ കാർമിക് ട്രിഗർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 88 പോർട്ടലിന് ശേഷം ഇപ്പോൾ 99 പോർട്ടലാണ് വരാൻ പോകുന്നത്. 99 പോർട്ടൽ എന്ന് പറയുന്നത് എൻഡിങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്ക് കോളോ മെസ്സേജോ വരുമോ എന്ന് ചോദിച്ചപ്പോൾ 24 അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 60 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് കോളോ മെസ്സേജോ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വിഷസ് ഫുൾഫിൽ ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ ചില ഡിസിഷൻസ് നിങ്ങളുടെ ഫേവറിൽ നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോയിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.